എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ക്യാരറ്റ് കൊണ്ടൊരു ഷേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ടൊന്ന് കളഞ്ഞ് അതൊന്ന് വൃത്തിയായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റി 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ എന്താണ്ട് കുക്കർ എടുത്ത് ഇനി ഇതിലേക്ക് ക്യാരറ്റ് കഷ്ണങ്ങൾ മാറ്റി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേനും നന്നായിട്ട് വെന്തതായിട്ട് മനസ്സിലാകും നമുക്ക്. ഇനി നമുക്കിത് നേരെ ഒരു മിക്സിയുടെ ജാറിലേക്ക്, വലിയ ജാറിലേക്ക് തന്നെ മാറ്റാം. അതിൻ്റെ അകത്തേക്ക് ക്യാരറ്റ് കഷ്ണങ്ങളും അതിന് വേവിച്ച് ബാലൻസ് വന്ന വെള്ളവും എല്ലാം കൂടെ ചേർത്ത് മൊത്തത്തിൽ നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുവാണ്. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഏകദേശം 1/2 കപ്പോളം പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്. അവരവർക്ക് ആവശ്യമുള്ള പഞ്ചസാര എത്രയാണോ അത് ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 2 ഏലക്കയാണ്. ഏലക്കയുടെ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ അകത്തേക്ക് ഇടുക. പിന്നെ അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നത് പാലാണ്. നല്ല കട്ടിയുള്ള പാൽ, ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ്. അത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം 1/2 ലിറ്റർ പാലാണ്. ആ പാൽ അതിലേക്ക് 1/2 ലിറ്റർ പാൽ മൊത്തം ഒഴിക്കുക. അതിന് ശേഷം ഞാനിവിടെ ചേർക്കുന്നത് ഐസ്ക്രീമാണ്. വാനിലയുടെ 10 രൂപയ്ക്ക് കിട്ടുന്ന ഐസ്ക്രീമാണ്. അത് മൊത്തം ഉപയോഗിക്കുന്നുണ്ട്. അതും അതിൻ്റെ അകത്തേക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഒന്നുമില്ല, നേരെ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ച് പതപ്പിച്ചിങ്ങെടുക്കാം. അതിനുശേഷം 2 ഗ്ലാസ് എടുക്കുക. അതിലേക്ക് ഐസ് ക്യൂബ് ഇടുക. എന്നിട്ട് ഈ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് അതിലേക്ക് ഒഴിക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ നല്ലൊരു ടേസ്റ്റാണ്. അത് കുടിക്കുമ്പോഴത്തേന് നല്ല ടേസ്റ്റാണ്. ഒരു ക്യാരറ്റ് പായസമൊക്കെ കുടിക്കുന്ന പോലത്തെ ഒരു അനുഭവമാണ്. അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല. അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.